എല്ലാവർക്കും നമസ്കാരം. ഈ ഞായറാഴ്ച 3 അനുഭവമാണ് പറയുന്നത്. അനുഭവങ്ങൾ പലരും അയച്ചു തന്നതൊക്കെ കയ്യിലുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ. ക്ഷമ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ക്ഷമിക്കുക കേട്ടോ എല്ലാവരും വൈകുന്നതിൽ. അപ്പോൾ എന്തൊക്കെയാ കഥ? നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ അംഗമാണ്. എല്ലാ അനുഭവങ്ങളും കേൾക്കാറുണ്ട്. നല്ല അവതരണ ശൈലിയാണ്. ചെറിയൊരു അനുഭവം. കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡ് പുറത്തു പോയിട്ടോ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ബാങ്കിൽ പോകണം, ഷോപ്പിൽ പോകണം, അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഫോണ് കാണുന്നില്ല. കുറേ സ്ഥലത്ത് പോയതിനാൽ എവിടെ മറന്നു വെച്ചെന്ന് ഓർമ്മയില്ല. ഞാൻ നാരായണ മന്ത്രം എഴുതാറുണ്ട് കേട്ടോ. ആകെ വിഷമമായി. വീണ്ടും പോവുകയാണ് വന്നിടത്തേക്കൊക്കെ കിട്ടുമെന്നറിയാൻ. അടുത്ത വീട്ടിലെ സുഹൃത്തിനെ കൂട്ടാൻ പറഞ്ഞപ്പോൾ ടെൻഷൻ കാരണം വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു തരുമ്പോൾ സുഹൃത്ത് മുമ്പിൽ സ്കൂട്ടിയുമായി പോയി. ഒന്നും നോക്കിയില്ല, രണ്ടുപേരും കൂടെ അങ്ങോട്ട് വിട്ടു. ഞാൻ വേഗം നാരായണ മന്ത്രം എഴുതി ഭഗവാനെ വിളിച്ചു. തിരികെ വരുന്നത് വരെ എഴുതുമെന്നും ഭഗവാനോട് വിഷമത്തോടെ പറഞ്ഞു. എന്താ കഥ? വരുമ്പോൾ അതാ ഫോണും കൊണ്ടുവരുന്നു. ബാങ്കിൽ മറന്നു വെച്ചതാണ്. ആ സുഹൃത്ത് ഭഗവാന്റെ രൂപത്തിൽ വന്നതാ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ കഥ? ചില സമയത്ത് അങ്ങനെയാണല്ലേ, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ നമ്മളെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി ചാടി ഇറങ്ങും. എന്തും വരുന്ന വരായിയൊക്കെ നോക്കിയിട്ട് അവരങ്ങോട്ട് പോയിക്കോളും. അവർ ചിലപ്പം കാര്യവും കൊണ്ടേ വരുള്ളൂ. അങ്ങനെ ഒരു അനുഭവമാണ്. എന്തൊരു സുഖമായിരുന്നു. ആ ഒരു പോസിറ്റീവ് എനർജി, ആ സുഹൃത്തിൻ്റെ പോസിറ്റീവ് എനർജിയും അമ്മയുടെ നാരായണ മന്ത്രവും കൂടിയൊക്കെ ആയപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ശുഭമായിട്ട് കലാശിച്ചു. അപ്പോൾ ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കും ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നതാണ് ഈ അനുഭവങ്ങളൊക്കെ. അപ്പം നമ്മളതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഗ്രൂപ്പിൽ വരാൻ ഫേസ്ബുക്ക് കാണുന്നവർ ഫേസ്ബുക്കിലെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിലൂടെ വരിക. യൂട്യൂബ് കാണുന്നവർ ജോയിൻ ബട്ടണിലൂടെ വരിക. കുറേ കാര്യങ്ങളുണ്ട്. സമ്മാനങ്ങളും നാരായണീയവും ഭഗവത്ഗീതയും കൃഷ്ണവിഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ദിവസവും കൊടുക്കാറുണ്ട്. ഹരേ കൃഷ്ണ.